ഒരു മനുഷ്യൻ അപമാനിക്കപ്പെടുന്നതിൻ്റെ അങ്ങേ അപ്പുറത്ത് അപമാനിക്കപ്പെടും ബെഡ്റൂമിൽ വെച്ചിട്ട്. നമസ്കാരം, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കുടുംബജീവിതത്തെക്കുറിച്ചാണ്. പുതിയതായി കല്യാണം കഴിക്കുന്ന കപ്പിൾസിൻ്റെ കുടുംബജീവിതം, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് 2-3 വർഷമായിട്ടുള്ള കപ്പിൾസിൻ്റെ കുടുംബജീവിതം. ഇത്തരം കേസുകൾ നിരവധിയായി ഓരോ കൗൺസിലിംഗ് സെൻ്ററുകളിലും എത്തുന്നുണ്ട്. അതിൻ്റെ കാരണം സാധാരണഗതിയിൽ പാരൻസ് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു കാരണമല്ല എന്നതാണ്. സാധാരണ മനുഷ്യരൊക്കെ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു കാരണവും ആയിരിക്കില്ല. അതെന്താണെന്നല്ലേ, അതിനെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. നമുക്കൊക്കെ അറിയാം, കുടുംബജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് രതിയാണ്. മറ്റുള്ളതെല്ലാം അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഫാമിലി കൗൺസിലിങ്ങിൽ എത്തുന്ന ദമ്പതികളിൽ അവരുടെ പ്രശ്നം കിടക്കുന്നതും ഈ രതിയിൽ തന്നെയാണ്. പുതിയതായി കല്യാണം കഴിച്ചു, 2-3 മാസമായി, അല്ലെങ്കിൽ 1-2 വർഷമായി. സാധാരണഗതിയിൽ നമ്മളുടെ സമൂഹം വിചാരിക്കുക അവർ തമ്മിലുള്ള കെമിസ്ട്രി വളരെ മനോഹരമായിട്ട് പോകുന്നു എന്നുള്ളതായിരിക്കും. പക്ഷെ ഇവിടെ അവർ തമ്മിലുള്ള ആ കെമിസ്ട്രി ശരിയായിട്ടേ പോകുന്നില്ല പല കേസുകളിലും. സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ പണ്ട് കാലം മുതലേ ഉള്ളതാണ് എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. അതെ, പണ്ട് കാലം മുതലേ ഇത്തരം പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്തായിരുന്നു? അതിന് അവരുടെ ഹോർമോണൽ ബാലൻസിങ്ങോ, സെക്ഷൽ ഓറിയൻറ്റേഷനോ, അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാവും. ഇവിടെ അത്തരം കാരണങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം കാരണങ്ങൾ കൊണ്ടും വിവാഹ ബന്ധങ്ങൾ വളരെ തകരാറിലാവുന്നുമുണ്ട്. അതിനെക്കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ഈ യുഗം IT യുഗത്തിൽ നിന്ന് മാറി നമ്മൾ AI യുഗത്തിലാണ് ജീവിക്കുന്നത്. ഫ്രോയിഡിൻ്റെ കാലത്ത് നമ്മളുടെ കൂടെ മനുഷ്യരായിരുന്നു സഹജീവികൾ, പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളായിരുന്നു സഹജീവികൾ. പക്ഷെ ഇന്ന് ഈ AI യുഗത്തിൽ നമ്മളുടെ സഹജീവികൾ മനുഷ്യരല്ല. നമുക്ക് സൈബർ സ്പേസിൽ മനുഷ്യരുടെ ഇതായിട്ടുള്ള വിഷ്വൽസാണ് നമ്മളുടെ സഹജീവികൾ. നമ്മൾ ഈ വിഷ്വൽ ലോകത്താണ് ജീവിക്കുന്നത്. ആ വിഷ്വൽ ലോകത്ത് ഉള്ള ജീവികൾക്ക്, അവിടെയുള്ള മനുഷ്യർക്ക് വാന്തില്ല, ബ്രീത്തില്ല, അവരുടെ ശബ്ദം നമുക്ക് കേൾക്കാം, പക്ഷേ നമുക്ക് സ്പർശിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യൻ ഒരു ജീവിയാണ് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അത് പോണോഗ്രഫിയിൽ പെട്ട് ജീവിതം നശിക്കുന്നവരെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ പോണോഗ്രഫി കാലങ്ങൾക്ക് മുമ്പേ ലോകത്തുണ്ടായിട്ടുണ്ട്. നമുക്കറിയപ്പെടുന്ന ഹിസ്റ്ററിയിൽ പലർക്കും അറിയാം. ഇറ്റലിയിലെ പോംബയിൽ ഖനനം ചെയ്തെടുത്തിട്ടുള്ള, നഗരം നശിച്ചു പോയിരുന്നു, അവിടുന്ന് ഖനനം ചെയ്തെടുത്തിട്ടുള്ള സ്റ്റാച്യൂകളിൽ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. പോണോഗ്രഫിക്കൽ സ്റ്റാച്യൂസാണ് അതെല്ലാം. നമ്മളുടെ ഇന്ത്യയിൽ മധ്യപ്രദേശിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, ഖജുരാഹോയിൽ 14 അമ്പലങ്ങളുണ്ട്. ഈ 14 അമ്പലങ്ങളുടെയും കൂടി ഒന്നിച്ച് പറയുന്ന പേര് ലവ് എമംഗ് ടെമ്പിൾസ് എന്നാണ്. ആ അമ്പലങ്ങളുടെ ചുമരുകളിലുള്ള കൊത്തുപണികളെല്ലാം പോണോഗ്രഫിക്കലാണ്. എന്തിനു വേണ്ടിയാണ് അത് അവിടെ അങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയില്ല. അത് ഇൻഫർമേഷന് വേണ്ടിയായിരുന്നോ അതോ എൻജോയ്മെൻറ്റിന് വേണ്ടിയായിരുന്നോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ആധുനിക യുഗത്തിൽ, IT യുഗത്തിൽ തുടങ്ങി എന്ന് കാലത്തും മനുഷ്യൻ ഗ്രൂപ്പായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ മനുഷ്യനെ കൊണ്ട് തന്നെ, മനുഷ്യൻ്റെ തലച്ചോറ് തന്നെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ ചിലരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ റിലിജൻ വന്നു, നമ്മളെ പേടിപ്പിച്ചിട്ട് ചിലർ പൈസ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? നമുക്ക് ഗെയിമുകൾ ഇട്ട് തന്നു. നമ്മൾ ഗെയിമുകൾ കളിച്ചിട്ട്
അങ്ങനെയും പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഗെയിം കളിച്ച് 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 തലച്ചോറ് ചീത്തയാകും, വയലൻ്റ് ആകും. മിറർ ന്യൂറോൺസ് എന്ന സംഭവം നമ്മുടെ തലച്ചോറിലുണ്ട് എന്നുള്ള കാര്യം 1ാം ക്ലാസ്സിലെങ്ങാനും ഇനി പഠിപ്പിക്കേണ്ടി വരും. കാരണം ഇത് സൈക്കോളജിയിൽ മാത്രം പഠിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മളുടെ തലച്ചോറിലേക്ക് വീഴുന്ന ഓരോ ശബ്ദവും ഓരോ ചിത്രവും മിറർ ന്യൂറോൺസ് പ്രവർത്തിക്കുന്ന മൂലം കോപ്പി ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു ലോകത്തേക്കാണ് നമുക്ക് പോണോഗ്രഫി എത്തിയത്. പോണോഗ്രഫി എന്താ? മനുഷ്യൻ്റെ ഏറ്റവും സുന്ദരമായ ഭാവം, നമ്മളുടെ രതി, സെക്സ്, പ്രണയം, ഇതെല്ലാം. പ്രണയമൊന്നുമില്ല പോണോഗ്രഫിയിൽ, വെറും സെക്സ് മാത്രമേ ഉള്ളൂ. അവിടെ പ്രണയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സെക്സ് മാത്രമുള്ളൊരു ലോകമാണ്. അവിടേക്ക് മനുഷ്യൻ എങ്ങനെ എത്തിപ്പെടുന്നു? അത് ഉപഭോക്താക്കൾ ചിന്തിക്കുന്നത് ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് ഈ പോണോഗ്രഫി എന്നാണ് ഈ ഉപഭോക്താവ് ചിന്തിക്കുക. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആലോചിക്കേണ്ടത്, വളരെ ചെറിയ പ്രായത്തിൽ 12-13 വയസ്സിലൊക്കെയാണ് ഈ കുട്ടികൾ ഇതിൽ എക്സ്പോഷർ ചെയ്യപ്പെടുന്നത്. ഈ എക്സ്പോഷർ ഉപയോഗിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതലും പുരുഷന്മാരും കുറച്ചൊരു ശതമാനം സ്ത്രീകളുമാണ്. ഇതിൽ വീണ് പോയിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് വരാം. OCD വരാനുള്ള സാധ്യതയുണ്ട്. ഒബ്സസീവായിട്ടുള്ള സെക്ഷൽ തോട്ട്, അതിഭയങ്കരമായിട്ട് സെക്ഷൽ തോട്ട് നിങ്ങളെ പിടികൂടും. എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് വരാം, അതൊക്കെ വരാം. മാത്രമല്ല ഈ സെക്സ് എന്ന ഇതിൽ സ്ക്രീനിൽ എക്സ്പോഷർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെക്സ് എന്ന ഫീലിംഗ് നിങ്ങൾക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾ സ്ക്രീനിനെ തേടിപ്പോകും. സ്ക്രീനിനെ തേടിപ്പോയിട്ട് പിന്നെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യകത ഫീൽ ചെയ്യുന്നു അപ്പോഴൊക്കെ ഈ സ്ക്രീനിനെ ഡിപ്പെൻഡ് ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തലച്ചോറ് ആ ഒരു പ്രവൃത്തിയിലേക്ക് അടിമപ്പെടുന്ന അവസ്ഥ വരും. അപ്പം പിന്നെ കുഴപ്പം എന്താണ്? സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈബർ ഇടങ്ങളിൽ മാത്രം നമ്മളുടെ ബ്രെയിൻ റിയാക്റ്റ് ചെയ്യുകയുള്ളൂ എന്ന ഒരു സ്ഥിതി പല മനുഷ്യരുടെ ഇടയിൽ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന പല മനുഷ്യർക്കും ഉണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോഴെന്താ, കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പയ്യൻ, വളരെ ഭംഗിയുള്ള ഒരു പെൺകുട്ടി, ഇവരെ കല്യാണം കഴിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കല്യാണം കഴിക്കുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവരുടെ ബ്രെയിന് അവിടെ ആ ഒരു പങ്കാളിയോട് റിയാക്റ്റ് ചെയ്യുള്ളൂ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രാവശ്യങ്ങളിൽ മാത്രം. ചിലർക്ക് അവിടെ റിയാക്റ്റ് ചെയ്യത്തേ ഇല്ല, ആ റിഫ്ലക്ഷൻ അവർക്ക് വരികയേ ഇല്ല. റിയൽ ഹ്യൂമൻ ബീയിങ്ങിനോട് സെക്ഷൽ ഡിസയർ തോന്നാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറ് മാറിപ്പോകും എന്നുള്ളതാണ്. അവിടെ മനസ്സിലാക്കേണ്ടത്, സൈബർ ഇടങ്ങളിൽ കാണുന്ന ഒരു വിഷ്വൽ, ആ വിഷ്വൽ വീണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ യാതൊരു ഒരു സ്റ്റിമുലേഷനും അവർക്ക് ഈ യൂസറിന് സംഭവിക്കില്ല. വേറെ പോസ്, വേറെ രീതി, വേറെ ആക്ടർ വേണം എന്നുള്ളതാണ്. പക്ഷെ ഒരു പങ്കാളി എന്ന് പറഞ്ഞാൽ പങ്കാളിക്ക് മാറാൻ പറ്റില്ലല്ലോ. സൈബർ ഇടങ്ങളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറും, പക്ഷെ പങ്കാളിക്ക് തൻ്റെ ശരീരം മാറ്റാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇവർക്ക് മടുത്തു പോകും. ഈ വിവാഹിതരായ ഈ കപ്പിളിന് മടുത്തു പോകും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരാൾ ഈ പോൺ യൂസർ മറ്റേയാൾ യൂസർ അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് സെക്ഷൽ ഡിസയർ ഉണ്ടാവും. അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള, അതിനോട് പ്രതികരിക്കാനുള്ള, അല്ലെങ്കിൽ അവിടെ സെക്ഷൽ ഡിസയർ മാത്രമല്ല എന്ന് ഓർക്കണം. പലരും പറയുന്ന ഒരു കംപ്ലൈൻറ്റ്, ഒരു ചുംബനം അല്ലെങ്കിൽ ഒരു ഹഗ്, അതൊന്നും കിട്ടില്ല. കാരണം അവർക്ക് അതിന് പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ബ്രെയിൻ അവിടെ അതിനോട് സഹകരിക്കില്ല. അങ്ങനെ ഒരു ആക്ടിവിറ്റിയോട് സഹകരിക്കാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. നിരന്തരം പോണോഗ്രഫി യൂസ് ചെയ്യുന്നതിലൂടെ നമുക്കറിയാം, നമ്മളെ എന്തും എൻജോയ് ചെയ്യിപ്പിക്കുന്നത് ഡോപ്പമിനാണ്. ഡോപ്പമിൻ്റെ സിസ്റ്റത്തിൽ വ്യതിയാനങ്ങൾ വരും. അപ്പോൾ നമ്മളുടെ ബ്രെയിനിൽ ഒരുപാട് ഫ്രണ്ടൽ കോർട്ടക്സിൽ ഡിഫക്റ്റ് വരും. പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. ഇതൊക്കെ റിയാലിറ്റിയാണ്. നിരന്തരം പോണോഗ്രഫി ഉപയോഗിക്കുന്നത് മൂലം ബ്രെയിനിൻ്റെ റീവയറിംഗ് സിസ്റ്റം നഷ്ടപ്പെടാനും ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ കുഴപ്പമുണ്ടാകാനും, ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏതൊരു പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നത് ഡോപ്പമിൻ്റെ ഏരിയയിലെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്.
നമ്മുടെ നിത്യജീവിതത്തിലെ എവരി ആക്ടിവിറ്റി, അതായത് ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും കളിക്കുന്നതാണെങ്കിലും എന്തൊരു ആക്ടിവിറ്റി നിയന്ത്രിക്കുന്നത് ഈ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും ഹൈപ്പോഫ്രണ്ടൽ സിൻഡ്രം എന്നൊരവസ്ഥയിലേക്ക് വ്യക്തി എത്തിപ്പെടുകയും ചെയ്യും. പോണോഗ്രഫിയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന മറ്റു ചില പ്രശ്നങ്ങൾ കൂടി പറയാം. എല്ലാവർക്കും ഇതേപോലെയുള്ള ഒരു അവസ്ഥയായിരിക്കാൻ സാധ്യതയില്ല. ചിലർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഈ സെക്ഷൽ ഫാൻറ്റസികൾ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ സംജാതമാവും. അതായത് സെക്ഷൽ ഫാൻറ്റസി ഭീകരമായിട്ട് നോവിക്കുക, സെക്ഷൽ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക. പാർട്ട്ണർ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് പലപ്പോഴും ഈ ഫാൻറ്റസി സ്റ്റോറീസ് പറയുമ്പോഴാണ്. അപ്പോൾ ഈ ഫാൻറ്റസി സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അരമന രഹസ്യങ്ങളാണ്. ഫാൻറ്റസി സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ സ്വന്തം മാതാവിനെ കുറിച്ചോ സിസ്റ്ററിനെ കുറിച്ചോ ഒക്കെ കഥകൾ പറയും. ആർക്ക് പറ്റും ഇത്? ഒരു മനുഷ്യൻ അപമാനിക്കപ്പെടുന്നതിൻ്റെ അങ്ങേ അപ്പുറത്ത് അപമാനിക്കപ്പെടും ബെഡ്റൂമിൽ വെച്ചിട്ട്. എന്നോട് ഇത് കേൾക്കുന്ന ആൾക്കാരെന്നോട് ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഈ വേദനകൾ മനസ്സിലാവില്ല. അവർ ഡീസെൻസിറ്റൈസ്ഡായി, അവരുടെ ബ്രെയിൻ അത് മനസ്സിലാവത്തേ ഇല്ല. അതിലെന്തെങ്കിലും അൺനാച്ചുറൽ ആയിട്ടുള്ള ഡിമാൻഡാണ് ഇത് എന്ന് ഈ പോണോഗ്രഫി യൂസറിന് മനസ്സിലാവുന്ന വിഷയമേ ഇല്ല. അത് മാത്രമല്ല, പിന്നെ ഈ റിസ്കി ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയറിലേക്ക് ഈ യൂസർ പോകും. അവിടെ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളുമായിട്ടുള്ള സെക്ഷൽ വീഡിയോസ് നിരന്തരം കാണുന്നവർക്ക് സ്വന്തം കുഞ്ഞിനോട് ആഗ്രഹം തോന്നും, അല്ലെങ്കിൽ മറ്റുള്ള ഏതൊക്കെ വിധത്തിൽ ആഗ്രഹം തോന്നുമെന്ന് നമുക്ക് ലിമിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ശരിക്കും ഒരു പോണോഗ്രഫി യൂസർ ഒരുപാട് സെക്ഷൽ ഡിസ്ഫങ്ഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ആവാൻ സാധ്യതയുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള എപ്പോഴും സെക്ഷൽ തോട്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇണയോട് യാതൊരു തരത്തിലും ജസ്റ്റിഫയബിൾ ആയിട്ട് അവർക്ക് പെരുമാറാൻ പറ്റാത്ത വിധത്തിൽ പോകും. പിന്നെ വളരെയധികം പീഡനങ്ങൾ ഇണ സഹിക്കേണ്ടി വരും. പല തരത്തിൽ ഇൻസൾട്ട്, ഭയങ്കര സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഇൻസൾട്ടുകൾ നേരിടേണ്ടി വരും. ഇത്തരം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യൻ ചേഞ്ചായി പോകുന്നുള്ളതാണ്. കാരണം ഈ നമ്മുടെ തലച്ചോറ് ഒരു സാധാരണ രീതിയിലുള്ള ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയിൽ ആരെങ്കിലും കരയുന്ന കണ്ടാൽ നമ്മൾ കുത്തിയിരുന്ന് കരയുന്നവരാണ്. ഇത് നമ്മളുടെ തലച്ചോറിലെ മിറർ ന്യൂറോൺസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം ആ വേദന നമ്മുടെ വേദനയായിട്ട് നമുക്ക് തോന്നും. നമ്മളുടെ ചുറ്റിലും ആരെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ അത്തരം ഒരു മനസ്സാണ്, ഹ്യൂമൻ മൈൻഡാണ് വളരെയധികം വ്യതിചലിച്ചു പോകുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊന്നും തിരിച്ചറിയാതെയാണ് നമ്മൾ ഈ സൈബർ യുഗം എന്ന് പറഞ്ഞ AI യുഗത്തിൽ നമ്മൾ സ്വയം വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത്. ആ വിക്ടിമൈസേഷൻ്റെ എഫക്റ്റ് എന്താണെന്ന് പലപ്പോഴും ഈ യൂസറിന് മനസ്സിലാവില്ല. ഇതുകൊണ്ടായിരിക്കും ഇവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലഹിക്കാനും ഇവർ തയ്യാറാകും. അവർ പറയും നമ്മൾക്ക് മനസ്സിലാവാത്തതാണ്, നമ്മൾ പറയുന്ന ഒന്നും ശരിയില്ല എന്ന്. അവരുടെ തലച്ചോറ് അങ്ങനെ പറയുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ സൈബർ യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ തലച്ചോറിലേക്ക് വീഴുന്ന ചിത്രങ്ങൾ, ശബ്ദങ്ങൾ അത് നാച്ചുറൽ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ മൊബൈൽ ഫോണിൻ്റെ ഇത്തരമുള്ള യൂസേജ് നിങ്ങൾ നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മാറുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിഷയമേ ഇല്ല. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ടാവില്ല, മറ്റാരും ഉണ്ടായെന്ന് വരില്ല. ഈ ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷൻസ് നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റിയെന്നും വരില്ല. ഇതിൻ്റെ മറ്റൊരു ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ ഈ കപ്പിൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് പലർക്കും മനസ്സിലാവത്തില്ല. ഇവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത് പലപ്പോഴും മൂടി വയ്ക്കും. കാരണം വളരെ ആഘോഷമായിട്ട് കല്യാണം കഴിച്ചവരാണ്. നാട്ടിലും വീട്ടിലുമൊക്കെ വളരെയധികം വിവാഹം ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ട് പലപ്പോഴും ഇത്തരക്കാർ സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ തന്നെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളെ അപ്രോച്ച് ചെയ്യുകയും യാതൊരു സെക്ഷൽ റിലേഷൻഷിപ്പും ഇല്ലാത്തവർ പോലും കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് ആശ്ചര്യം തോന്നാം.
കന്യകകളായവരെങ്ങനെയാ പ്രസവിക്കുക? അത് വിവാഹിതരായവർ അല്ലാണ്ട് ഒരു സിംഗിൾ പാരൻ്റ് ഒരു കുഞ്ഞു വേണമെന്ന് കരുതി ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ എത്തിയിട്ട് പ്രസവിക്കുകയല്ല. വിവാഹിതരാണ്, സ്ത്രീക്കോ പുരുഷനോ മറ്റ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമേ ഇല്ല, അങ്ങനെയുള്ളവരാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിനെ അപ്രോച്ച് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വിധേയരാകുന്നത് എന്നതും യാഥാർത്ഥ്യമാണ്. പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധമില്ല എന്നേ ഉള്ളൂ. എന്താണ് മനുഷ്യ മനസ്സുകളിൽ, മനുഷ്യൻ്റെ തലച്ചോറിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വലിയ ബോധമില്ല എന്നത് മാത്രമേ ഉള്ളൂ. സയൻസാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തെ ഇത്രയും മനോഹരമാക്കിയത്. അതേ സയൻസിൽ തന്നെ നമ്മളുടെ മനുഷ്യത്വവും മാനുഷിക ഗുണങ്ങളും നമ്മളുടെ നന്മകളും എല്ലാം ഈ സയൻസിൻ്റെ അബ്യൂസ് മൂലം, ദുരുപയോഗം മൂലം നമ്മൾ സ്വയം വിക്ടിമൈസ് ചെയ്യപ്പെടും. ഇത് ഞാൻ പറഞ്ഞതിനപ്പുറത്ത് ഈ സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഒരു പോണോഗ്രഫി യൂസറിന് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒരു ഡ്രഗ് എങ്ങനെയാണോ ഒരു ഹ്യൂമൻ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് പോണോഗ്രഫിയും വർക്ക് ചെയ്യുന്നത്. ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഡോസ് ഒരിക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അതേ സ്റ്റിമുലേഷൻ കിട്ടണമെങ്കിൽ കൂടുതൽ എമൗണ്ട് യൂസ് ചെയ്യണം, അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണം. കാരണം അതങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് പോണോഗ്രഫിയും. ഒരിക്കൽ കണ്ടതിനേക്കാളും വേറെ രീതി കണ്ടാൽ മാത്രമേ ബ്രെയിനിൽ സ്റ്റിമുലേഷൻ നടക്കുകയുള്ളൂ. ഒരേ വിഷ്വൽസ് എഫക്റ്റ് ചെയ്യുകയേ ഇല്ല. അതുകൊണ്ട് പക്ഷേ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഡ്രഗ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് ഒരു പക്ഷേ 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂറിന് ശേഷമാണ് വീണ്ടും യൂസ് ചെയ്യുക. 8 മണിക്കൂർ കഴിയുമ്പം തലച്ചോറ് പൂർവ്വസ്ഥിതിയിലേക്ക് വരും. സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിൽ ചിലതിനൊക്കെ 24 മണിക്കൂർ വരെ അതിൻ്റെ എഫക്റ്റ് നിൽക്കും. അത് കഴിയുമ്പോൾ വീണ്ടും യൂസ് ചെയ്യും. അത് കഴിയുമ്പോൾ അതിൻ്റെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് തലച്ചോറ് വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് കഴിയുന്നതിന് മുമ്പേ വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ സർവ്വ സന്ദേശങ്ങളും തെറ്റിപ്പോവുകയും നമുക്കില്ലാത്ത കാര്യങ്ങളുണ്ടെന്നും സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചെന്നും ഒക്കെ തോന്നുക. ഇത് ഈ പോണോഗ്രഫി വീഡിയോയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിൻ്റെ റീവയറിംഗ് സിസ്റ്റം നശിക്കുന്നുണ്ട്. ഇത് ഫോൺ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം നടത്തുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ ഇനി മുമ്പോട്ടുണ്ടാവുകയുള്ളൂ. അല്ലാണ്ട് വളരെ ഭംഗിയായിട്ട് ഒരുപാട് പൈസയൊക്കെ ചെലവഴിച്ച് വിവാഹിതരായിട്ട് അതേ സ്പീഡിൽ ഡിവോഴ്സിന് കൊടുക്കേണ്ട അവസ്ഥ വന്നു ചേരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നെ കേട്ടവർക്ക് നന്ദി.